സിമെട്രിക് ഡ്രോയിങ് ശരിക്കും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ നമ്മള് അത് വരയ്ക്കുന്നത് ഉം. അല്ലേ? അപ്പൊ അത് രണ്ട് സൈഡും ഒരേപോലെ പെർഫെക്ഷൻ ആണോ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതോ ഇപ്പുറത്തുള്ള അതിന്റെ അതേ കാര്യങ്ങൾ ഇവിടെ വരുന്നത് മാത്രം മതിയോ? ബിക്കോസ് എനിക്കത് ചെയ്യുമ്പത് പെർഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. അപ്പം കൂടുതൽ സിമെട്രിക് ഡ്രോയിങ് എവിടുന്നാ റെഫറൻസ് വെച്ചത്? സാർ അതിനകത്ത് ആ ക്ലാസ്സിന്റെ കോഴ്സിനകത്ത് ഉണ്ടായിരുന്നത് ഞാൻ നോക്കി വരച്ചു. അപ്പൊ കൂടുതൽ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എവിടെന്നായിരിക്കും എനിക്ക് പിക്ചേഴ്സ് എടുക്കാൻ പറ്റുക റെഫറൻസിന് ലൈക്ക് കുറച്ചും കൂടെ നന്നാക്കാനായിട്ട്? നമുക്ക് പെർഫെക്റ്റ് സിമെട്രി നമ്മുടെ ചുറ്റും അങ്ങനെ ഇല്ല. പെർഫെക്റ്റ് സിമെട്രി ഒക്കെ അത് മാൻമെയ്ഡ് ഒബ്ജക്റ്റിലൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫേസ് സിമെട്രി ആണെന്ന് പറയുമെങ്കിലും സെൻട്രൽ ലൈൻ വരച്ചാൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പെർഫെക്റ്റ് സിമെട്രി അങ്ങനെ എല്ലായിടത്തും കോമൺലി അല്ല. പക്ഷെ നമ്മൾ സിമെട്രിക്കൽ ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്നത്, ആർട്ടിലൊരു പ്രാക്ടീസ് മെത്തേഡായിട്ട് എടുക്കുന്നത് നമ്മുടെ കുറച്ച് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ട സ്കിൽ ഒബ്സർവേഷൻ സ്കില്ലാണ്. സോ പെർഫെക്റ്റ് സിമെട്രിക്കലായിട്ട് റെഫറൻസ് ഇമേജ് അങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ ഉണ്ട്. സിമെട്രിക്കൽ ഡ്രോയിങ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഇമേജാണ്, കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഇമേജാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിൻട്രസ്റ്റിൽ പോയിട്ട് സിമെട്രിക്കൽ ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും. അത് വരയ്ക്കുമ്പോഴുള്ള പ്രോസസ്സ്, സെൻറ്ററിലൊരു ലൈൻ ആദ്യം വരയ്ക്കുക, ഏതിലൊരു സൈഡ് ആദ്യം കംപ്ലീറ്റ് ആക്കുക. സോ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് അധികം പ്രഷറില്ല, നമുക്ക് എങ്ങനെയാണെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ ഫേസ് വരയ്ക്കുകയാണെങ്കിൽ സെൻറ്ററിലൊരു ലൈൻ വരച്ച ഒരു സൈഡ് ആദ്യം കംപ്ലീറ്റ് ആക്കുക, പിന്നെയാണ് ടാസ്ക്. പിന്നെ അത് നോക്കിയിട്ട് ഇപ്പുറത്ത് അതേ സൈസിൽ അതേ അളവിൽ വരയ്ക്കണം. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല്, അപ്പുറത്ത് എന്തൊക്കെയാണോ ഉള്ളത് അതാണ് ഇപ്പുറത്തേക്ക് വരയ്ക്കുന്നത്. ഇതൊരു പ്രാക്ടീസ് മെത്തഡാണ്. ഇതൊരു എന്താ പറയുക, അതൊരു ഒരു ഒരു ടൈപ്പ് ഓഫ് ഡ്രോയിങ് അല്ല, ഇതൊരു പ്രാക്ടീസ് മെത്തേഡാണ്. ഇപ്പോൾ മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്ന പോലെ സിമെട്രിക് ഡ്രോയിങ് ഒരു ടൈപ്പ് ഓഫ് ഡ്രോയിങ് സ്റ്റൈൽ അല്ല. അത് നമുക്ക് പല പല ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് യൂസ്ഫുൾ ആവും. നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രാക്ടീസ് മെത്തേഡാണ്. അതിൻ്റെ റൂളാണ് ഇപ്പുറത്തുള്ള എന്താണോ അത് മാത്രം ഇപ്പുറത്തേക്ക് വരയ്ക്കും. മാറ്റം വരുത്തി വരച്ചാൽ നമുക്ക് പ്രാക്ടീസ്, മാറ്റം വരുത്തി വരയ്ക്കാം, അത് ഡ്രോയിങ് ആയി മാറും. പക്ഷേ ഇത് പ്രാക്ടീസ് കിട്ടണമെങ്കിൽ ഇപ്പുറത്തുള്ളത് എന്താണോ അത് മാത്രം ഇപ്പുറത്തേക്ക് വരയ്ക്കുക. വരച്ച് കഴിയുമ്പോൾ ചെക്ക് ചെയ്യുക. ഒരു സ്കെയിലൊക്കെ ഇങ്ങനെ ഹൊറിസോണ്ടൽ വെച്ചിട്ട് 2 പോയിന്റ് വരച്ചു, സെൻറ്ററിൽ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് വരച്ചു, ഇവിടെ ഒരു പോയിന്റ് വരച്ചു. സ്കെയിലൊക്കെ വെച്ച് അളന്ന് നോക്കുക, തിരുത്തി വരയ്ക്കുക. സെക്കൻഡ് സ്റ്റേജിൽ തിരുത്തി കൂടി വരയ്ക്കണം. എന്നിട്ടത് മാക്സിമം സിമെട്രിക്കലാക്കുക. ഈ 2 സ്റ്റെപ്പും കംപ്ലീറ്റ് ആകുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സൊക്കെ അളവുകളെ കുറിച്ച് പഠിക്കും. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ആർട്ട് ക്ലാസ് ARTCLASS എന്ന് ടൈപ്പ് ചെയ്ത് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. അതിനുശേഷം വാട്സപ്പിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച ആർട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.